തകർന്ന ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഹൈക്കോടതി. നമുക്ക് നോക്കാം എന്താണ് കോടതി പറഞ്ഞത് എന്ന്. വളരെ വേഗം കോടതി ഇന്ന് വളരെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ കൂടി മുൻപ് വെച്ചിരുന്നു. നേരത്തെ തന്നെ കോടതിയുടെ വിമർശനം ഉണ്ടായതാണ്. വളരെ പെട്ടെന്ന് ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നതാണ് കോടതി പറഞ്ഞത്. അന്ന് അത്ര വേഗത്തിൽ തന്നെ സർവീസ് റോഡുകളും വളരെ ക്ലിയർ ചെയ്ത് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാമെന്ന് ഉറപ്പുകൊടുത്ത കരാറുകാർക്ക് പക്ഷേ അത് സാധ്യമായില്ല. NHA അക്ഷരാർത്ഥത്തിൽ ഇന്ന് കോടതി എടുത്തു കുടഞ്ഞു. എന്താണ് സംഭവിച്ചത്? കോടതിയുടെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ: ഫെബ്രുവരി മുതൽ ദേശീയപാത അതോറിറ്റിക്ക് നിരവധി അവസരങ്ങൾ നൽകിയില്ലേ എന്നുള്ളതായിരുന്നു ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം. നമ്പർ 2, ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് NHA എന്ത് നടപടിയെടുത്തു? ഒരു നടപടിയും എടുത്തില്ല. ടോൾ നൽകിയാൽ അതിനനുസൃതമായ മൂല്യം ഉപയോക്താക്കൾക്ക് ലഭിക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടോ? ഇല്ല. കോടതി നിരീക്ഷിച്ചു. യൂസർ ഫീ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ബാധ്യതയില്ലേ? ബാധ്യതയുണ്ട്. യാത്രക്കാരുടെ അവകാശം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ടോൾ പിരിക്കാനാവില്ല. വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. ദേശീയപാതയിലെ യാത്രക്കാരുടെ താല്പര്യം NHA അവഗണിച്ചു എന്നുള്ളതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ യാത്രക്കാരുടെ താല്പര്യം അവഗണിച്ചു. കേന്ദ്ര സർക്കാരാണ് ഗതാഗതക്കുരുക്കിൽ ഇടപെടേണ്ടതും പ്രശ്നം പരിഹരിക്കേണ്ടതും. പൊതു താല്പര്യം ദേശീയപാത അതോറിറ്റി ലംഘിച്ചു എന്ന വളരെ കൃത്യമായ വിമർശനമുണ്ട്. പ്രശ്നപരിഹാരം വരെ ടോൾ മരവിപ്പിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നു. പൊതു താല്പര്യം സംരക്ഷിക്കാൻ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. അങ്ങനെയാണ് പാലിയേക്കര ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക്, 1 മാസത്തേക്ക് താൽക്കാലികമായി നിർത്താനുള്ള ഹൈക്കോടതി വിധി നടപ്പായത്. ഉച്ചയോടെ ടോൾ ബൂത്തുകൾ പൂട്ടി, സെൻസർ മെഷീനുകൾ ഓഫാക്കി ടോൾ പിരിവ് താൽക്കാലികമായി നിർത്താനുള്ള ഉത്തരവിനെ ആഹ്ലാദത്തോടെയാണ് യാത്രക്കാർ എതിരേറ്റത്. ഇനി പാലിയേക്കരയിൽ 4 ആഴ്ചക്കാലം നിങ്ങൾ ടോൾ കൊടുക്കേണ്ടതില്ല. റോഡ് പൂർണ്ണമായിട്ടും അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുക്കുന്നതുവരെ ഒരുപക്ഷെ ടോൾ അടഞ്ഞു തന്നെ കിടക്കും. റിപ്പോർട്ടർ തുടർച്ചയായ വാർത്തയ്ക്കൊപ്പമുണ്ടായിരുന്നു. നിരവധി ലൈവാത്തോണുകളാണ് റിപ്പോർട്ടർ ഈ വിഷയത്തിൽ സംഘടിപ്പിച്ചത്. ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് ഹർജി എത്തുന്നു. ആ ഹർജിയിൽ തീരുമാനമാകുന്നു 4 ആഴ്ചത്തേക്ക് പാലിയേക്കരയിൽ നോ ടോൾ. പ്രതികരണം കേൾക്കാം യാത്രക്കാരുടെ. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. കാരണം ഓൾറെഡി നമ്മുടെ ടൈം ഭയങ്കരമായിട്ട് വേസ്റ്റ് ചെയ്യാണ്. ഇവർക്ക് ഒന്ന് വിലവിളിക്കല്ലായിരുന്നു എത്രയാണോ എല്ലാ ടോളും ഇടുന്നതിനാ വഴി കൂടെ സുഖമായി യാത്ര ചെയ്യാനാ. ഇവിടെ വഴിയൊക്കെ ദുർഘടവും ഇവര് ടോളും പിടിക്കുക. നല്ല കാര്യം, വളരെ സന്തോഷം. ഇവിടുത്തെ പണി കഴിയണവരേക്കും ഇത് എന്തായാലും നിർത്തിവെച്ചിരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ട് ആൾക്കാർക്ക്. നല്ല കാര്യം. ഇത് ഈ സാധനം പണ്ടേ നിർത്തേണ്ടതാ. വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ആരത് നടപ്പിലാക്കേണ്ടതാരാ? ഹൈക്കോടതിക്ക് ഇരുന്ന് പറഞ്ഞാൽ പോരെ? ഹൈക്കോടതിക്ക് കൂടെ നടപ്പിലാക്കാൻ പറ്റുമോ? നടപ്പിലാക്കേണ്ട സർക്കാർ വായം വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനി മുതൽ പാലിയേക്കരയിൽ നോ ടോൾ.